കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ്. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായിരിക്കാൻ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് അനാദിയായും ശാശ്വതമായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആരും മാറിയാലും ആരും മറന്നാലും എൻ്റെ ദൈവം മാറുകയില്ല, മറക്കുകയില്ല. അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റമില്ല. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയെന്ന അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ അവിടെ നൽകുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? പ്രിയരെ, വിഷാദം ഉള്ളിൽ വരുമ്പോൾ, സങ്കടമുള്ളിൽ വരുമ്പോൾ, വേദനകൾ ഉള്ളിൽ വരുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെക്കണം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം കർത്താവിന് നമ്മളെ പറ്റിയുള്ള നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സഹോദരങ്ങളെ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ദൈവത്തിൻ്റെ കരം എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ട്. പർവ്വതങ്ങൾ മാറട്ടെ, കുന്നുകൾ നീങ്ങട്ടെ, ദൈവത്തിൻ്റെ ദയ നമ്മളെ വിട്ടു മാറുകയില്ല. അവിടുത്തെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല. അരുളി ചെയ്തതിനെ സംഭവിപ്പിക്കുന്ന, കൽപ്പിച്ചതിനെ സ്ഥാപിതമാക്കുന്ന ഒരു ദൈവത്തെ ആശ്രയിക്കുന്നത്. അവിടുന്ന് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമയമാകുമ്പോൾ അതിനെ സ്ഥാപിപ്പിക്കും, അതിനെ സംഭവിപ്പിക്കും. ഇന്നു പകലിലും ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം സംഭവിപ്പിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം സ്ഥാപിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം ഉച്ചരിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം ഭംഗിയായി നിർവഹിക്കുന്ന ദൈവമാണ്. ആരിലും നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കാം. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. അവിടുന്ന് നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവിടുത്തെ മേലിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നമ്മൾ ചിന്തിക്കുന്ന വഴികളായിരിക്കത്തില്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ വിചാരങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്ത് ശക്തമായി പ്രവർത്തിക്കുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം വെളിപ്പെടുത്തുവാൻ അവിടുത്തേക്ക് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായൊരു പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ, പ്രിയരെ, ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും പ്രതിസന്ധികളിലും കരം പിടിച്ചു നടത്തുന്ന കരുണാമയനായ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇടയായിത്തീരും. നാം അവിടുത്തെ കരത്തിൽ പിടിച്ചാൽ, പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ വിട്ടേച്ചു പോന്നാൽ കർത്താവ് നമ്മുടെ വലം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആസാവ് പറയുന്നത്, കർത്താവെ അങ്ങൻ്റെ വലം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. ദൈവത്തോടടുത്തിരിക്കുന്ന എനിക്ക് നല്ലത് എന്ന് പ്രഖ്യാപിക്കത്തക്ക രീതിയിൽ ദൈവം നമ്മുടെ കരത്തിൽ പിടിക്കട്ടെ. മറ്റൊരു കരവും നമ്മുടെ കരത്തിൽ പിടിച്ചാൽ സമയമാകുമ്പോൾ അവരിട്ടേച്ചു പോകും. പക്ഷേ അവസാനത്തോളം നമ്മുടെ കരത്തിൽ പിടിക്കുന്ന ഒരു ദൈവം,
കുരൽ താഴ്വര വന്നാലും, വേദന വന്നാലും, സങ്കടം വന്നാലും, തകർച്ച വന്നാലും, എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഒരുവൻ നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാമെന്ന ദിനവൃത്താന്തം 14-10 അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ, അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, പുറപ്പെടുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളിച്ചെയ്തു. സംഭവം നമുക്കെല്ലാം അറിയാം. ദാവീദ് ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് കേട്ടപ്പോൾ ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിക്കാൻ ചെല്ലുകയാണ്. ഒരുവന്റെ മേൽ അഭിഷേകം വന്നാൽ, ആത്മനിയോഗം വന്നാൽ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥനാ മനുഷ്യനായാൽ, അവനെ ഒതുക്കുവാൻ, പിടിക്കുവാൻ, അവൻ്റെ ആത്മികതയെ തച്ചുടയ്ക്കുവാൻ, ചോദ്യം ചെയ്യുവാൻ, ഇല്ലാതാക്കുവാൻ ശക്തമായ പ്രതികൂലങ്ങൾ വരും, വെല്ലുവിളികൾ വരും. കാരണം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം പിശാചിനറിയാം, ശത്രുവിനത് മനസ്സിലായിട്ടുണ്ട്. പ്രിയരെ, അതുകൊണ്ട് മൈൻഡിനെ ഇടിക്കുവാൻ, ശാരീരികമായി ഒതുക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട. അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യണം. ദൈവാത്മ നിയോഗമുള്ളവനെതിരെ എപ്പോഴും പോരാട്ടങ്ങളുണ്ട്, വെല്ലുവിളികൾ ശക്തമായിട്ടുണ്ട്. നമുക്കറിയാം, യോസഫ് ഒരു ദർശനമാണ് കണ്ടത്, ഒരു സ്വപ്നമാണ് കണ്ടത്. പക്ഷേ സഹോദരന്മാർ പറഞ്ഞ പ്രസ്താവന നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് പരിശോധിക്കൂ. അവിടെ എഴുതിയിട്ടുണ്ട്, ഇവൻ്റെ സ്വപ്നം നടക്കുമോ ഒന്നില്ലയോ എന്ന് കാണാം. എന്ന് വെച്ചാൽ ആ ദർശനത്തിനെതിരെയുള്ള ശക്തമായ വെല്ലുവിളി, സ്വപ്നത്തിനെതിരെയുള്ള വെല്ലുവിളി, വാഗ്ദത്തങ്ങൾക്കെതിരെ വെല്ലുവിളികൾ സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നും. പക്ഷേ നിരാശപ്പെടരുത്. ആ അഭിഷേകത്തിൻ്റെ ശക്തിയെ തകർക്കുവാൻ, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പ്രാർത്ഥനയുടെ വീര്യത്തെ തകർക്കുവാൻ, വിശ്വാസത്തിൻ്റെ ശക്തിയെ ഇല്ലാതാക്കുവാൻ ഒരു ശത്രുവിൻ്റെ പദ്ധതികൾക്കും കഴിയത്തില്ല. സകല അന്ധകാര മണ്ഡലങ്ങളുടെ കൂട്ടുകെട്ടുകളെ പൊളിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പകൽക്കാലമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. നോക്കൂ, അഭിഷേകം കഴിഞ്ഞു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിക്കാൻ ചെന്നു. ദാവീദ് അത് കേട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകുക. നോക്കണമേ, ദാവീദ് ഒഴിഞ്ഞു പോകുക. എന്നാൽ ഫെലിസ്ത്യർ വന്ന് രെഫോയീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, ശക്തമായ വെല്ലുവിളികൾ പരന്നു കിടക്കുമ്പോൾ മാനുഷിക സ്റ്റെപ്പുകൾ എടുക്കാതെ, മാനുഷിക തീരുമാനങ്ങൾ എടുക്കാതെ, മാനുഷിക ബുദ്ധികൾക്ക് കാക്കാതെ ദൈവത്തോട് ചോദിച്ചിട്ട് പറ, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ദൈവം പറഞ്ഞു, മുട്ടുമടക്കുന്നവനോട്, പ്രാർത്ഥിക്കുന്നവനോട്, ആലോചന ചോദിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ പുറപ്പെടുക. ഞാൻ നിന്നെ പരാജയപ്പെടുത്തുന്ന ദൈവമല്ല, നിനക്ക് ഞാനൊരു വിജയം നൽകും. പരന്നു കിടക്കുന്നതാകട്ടെ, അസംഖ്യമാകട്ടെ, പാളയത്തിൽ ശക്തമായി നിൽക്കുന്നതാകട്ടെ, നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചു തരാൻ കഴിവുള്ള സർവശക്തനായൊരു ദൈവം പറയുന്നു, നിങ്ങൾ പുറപ്പെടണം. ചില വിഷയത്തിൽ ശക്തമായൊരു പുറപ്പാട്, ചില വിഷയത്തിൽ ശക്തമായൊരു മുന്നേറ്റത്തിന് തൻ്റെ ജനം തയ്യാറാകുമെങ്കിൽ ശത്രു പാളയത്തെ പോലും അമ്പരിപ്പിക്കത്തക്ക രീതിയിൽ വിജയം നിങ്ങളുടെ മേൽ നൽകുവാൻ, വിടുതലിലേക്ക് നയിക്കുവാൻ, ആത്മശക്തിയിലേക്ക് നയിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ് ഞാൻ പുറപ്പെടാൻ പോകുകയാണ്. ശത്രു എത്ര വലിയവനാണ്, പ്രബലനാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നിരാശപ്പെടേണ്ട. ഇപ്പുറത്ത് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി മുട്ടുമടക്കിയിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് അടുത്ത സ്റ്റെപ്പ് എടുക്കൂ. പരിശുദ്ധാത്മാവ് ചില വിടുതലുകൾ, വിജയങ്ങൾ, ആത്മശക്തിയുടെ വ്യാപാരത്താൽ മുൻപോട്ട് നീങ്ങാനുള്ള കരുത്തും ബലവും നിങ്ങൾക്ക് നൽകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇതുവരെ നിങ്ങളെ പീഡിപ്പിക്കുവാൻ നിൽക്കുന്ന, ഒതുക്കുവാൻ നിൽക്കുന്ന, വളഞ്ഞു നിൽക്കുന്ന ശക്തികളെ കണ്ട് ഭയപ്പെടരുത്.
ദൈവാത്മാവ് പറയുന്നു, തെനിച്ച പോലെ ചുറ്റി വളഞ്ഞത് മുൾത്തി പോലെ കെടാൻ പോകുകയാണ്. ഒരു കാര്യം മാത്രം ചെയ്ത ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കണം, മുമ്പോട്ട് പോകണം. ചില ആത്മശക്തിയാൽ വെട്ടാൻ നിയോഗം ഏറ്റെടുക്കുക. ധൈര്യം ചോർന്നു പോകരുത്, ദൈവശക്തി ചോർന്നു പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശക്തമായ വെല്ലുവിളികൾ അഭിഷേകത്തിനെതിരെ നിൽക്കുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തുന്ന ഒരു സ്പിരിച്വൽ അതോറിറ്റി, ആത്മാവിൻ്റെ അനോയിന്റിങ് ഞങ്ങളുടെ മേൽ സ്വർഗം വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഞങ്ങളുടെ ആത്മാവിനാൽ തന്നെ ജനം വിടുതലിലേക്ക് നയിക്കപ്പെട്ട ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ഇടപെടിയിൽ വെളിപ്പെട്ടു വന്ന അന്ധകാര മണ്ഡലങ്ങളെ സ്വർഗം ശാസിച്ചിരിക്കാൻ സ്തോത്രം. ജനത്തിന് ദൈവം ജയം നൽകിയിരിക്കാൻ സ്തോത്രം. വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല, വിശ്വസിക്കുന്നവൻ ജയിക്കുന്നു, വിശ്വസിക്കുന്നവൻ ചിലത് ചാടിപ്പിടിക്കുന്നു, വിശ്വസിക്കുന്നവൻ ചിലത് കരസ്ഥമാക്കുന്നു, ചില മതിലുകൾ ചാടി അപ്പുറത്ത് കിടക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, അഭിഷേകമുള്ളവനെതിരെ പോരാട്ടമുണ്ട്. പക്ഷേ ദൈവത്തോട് ആലോചന ചോദിച്ച് മുമ്പോട്ട് പോകൂ. ചില വ്യക്തിത്വങ്ങൾ ചാടിപ്പിടിക്കൂ. ശത്രുവിൻ്റെ തലയെ തകർക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ മേൽ വെളിപ്പെടുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ദൈവം കൈമാറിയിട്ടുണ്ട്. ഈ വചനങ്ങളാൽ അവന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.